ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയും ഇത്രയും പേർക്ക് ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ആയിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. നന്ദിയുള്ളവരായിട്ടായിരിക്കാം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരു ഒരു പ്രയോഗം, തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വചനത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ, ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന്. ഈ ഒരു പ്രയോഗത്തെക്കുറിച്ച് പറയാനാണ് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കണ്ടത്. ഒരു പ്രയോഗത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ നമ്മൾ എന്ത് വേണം? നമ്മൾ സകലത്തിലും അലങ്കരിക്കണം. ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കണം. നിങ്ങൾ ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കണം. എങ്ങനെ അലങ്കരിക്കാൻ കഴിയുന്നത്? അവിടെ മുകളിലും താഴെയും നമ്മൾ വായിച്ചു നോക്കിയാൽ എങ്ങനെ അലങ്കരിക്കാൻ കഴിയും എന്ന് വ്യക്തമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുമ്പോൾ നമ്മളെല്ലാം എല്ലാ സകലത്തിലും സൽപ്രവർത്തികൾക്ക് മാതൃകയായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ദാസന്മാരായവർ, അവരുടെ സമൂഹത്തിൽ അവർ ദാസന്മാരാണെങ്കിൽ അവരുടെ യജമാനന്മാർക്ക് കീഴടങ്ങി ജീവിക്കുകയും, അങ്ങനെ നമ്മുടെ ജീവിതം എന്തായിരിക്കണം? നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഈ ഉപദേശങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വചനങ്ങൾക്ക് അലങ്കാരമായിരിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിന് ആധാരമായിട്ട് ചിന്തിച്ച തീമെന്ന് പറയുന്നത് യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന ഒരു കാര്യമാണ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല സഹോദരന്മാർ വിശദമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു കാലികമായ ഒരു പ്രസക്തിയെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഈ കേരളക്കരയിൽ ഈ സുവിശേഷം വന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ വളരെ വർഷങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ എന്തായിരുന്നു? നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്ന സുവിശേഷങ്ങൾ, അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, 40 ദിവസം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. പിന്നെ ശിഷ്യന്മാരെന്ത് ചെയ്തു? അവർ ഈ വചനങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പെന്തക്കോസ്ത് നാളിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി. അതിനുശേഷമാണ് അവർ ഈ കാര്യം പ്രഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും, ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം അവർ പ്രഘോഷിച്ചിരുന്നു. എന്തൊക്കെ പറഞ്ഞിരുന്നു? നമ്മൾ ചിന്തിച്ചാൽ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരാൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലോ അല്ലെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്താലോ ഒന്നും ദൈവമകനോ മകളോ ആകുകയില്ല, മറിച്ച് രക്ഷിക്കപ്പെടണം. പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. എന്നിട്ട് ആ രക്ഷയെക്കുറിച്ച് മാത്രമല്ല, രക്ഷ കഴിഞ്ഞ് സ്നാനം എന്ന് പറയുമ്പോൾ ശിശു സ്നാനമല്ല, മറിച്ച് എന്താ? വിശ്വാസ സ്നാനം. ഇത് വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുന്നു. അവരൊരു പരസ്യ സാക്ഷ്യമായി തീരുന്നു. അവിടെയും 1-ാം നൂറ്റാണ്ടിലെ സഭ അവിടെയും നിർത്തിയില്ല. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മ സ്നാനം, അതിന് ചില അടയാളങ്ങൾ. അത് കഴിഞ്ഞ് അവരൊരു വിശുദ്ധ ജീവിതം. ആ വിശുദ്ധ ജീവിതത്തിന് മാതൃക ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. യേശു ജീവിച്ചതുപോലെ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും എല്ലാം യേശുവിനെ മാതൃകയായി വെച്ചുകൊണ്ട്, ആ നിലവാരം വെച്ചുകൊണ്ട് അതിനൊപ്പം ജീവിക്കാനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ
നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രായോഗികമായ ചില നിലപാടുകൾ അവർ സ്വീകരിച്ചു. എന്താ? ശിഷ്യത്വത്തിൻ്റെ ജീവിതം. യേശു പറഞ്ഞു, നിങ്ങൾ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ നാളും ക്രൂശ് എടുത്ത് ആ നിലയിൽ ഒരു ശിഷ്യത്വത്തിൻ്റെ ജീവിതം. അപ്പോൾ കണ്ടോ, പല കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മളതിനെ അക്കമിട്ട് നോക്കിയാൽ രക്ഷയെക്കുറിച്ച് പറയുന്നു, വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ യേശു ജീവിച്ചതുപോലെ എന്നൊരു നിലവാരം വെച്ച് ജീവിക്കുക. ആ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് ദൈവേഷ്ടത്തിനായിട്ട് ജീവിക്കുമ്പോൾ ഒരു ക്രൂശ് എടുക്കുന്നു. ആ ക്രൂശ് എടുത്ത് ദിനംതോറും അവിടുത്തെ ശിഷ്യന്മാരായിട്ട് ജീവിക്കുക. ഈ കാര്യങ്ങളൊക്കെ 1-ാം നൂറ്റാണ്ടിലെ സഭയിലുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അവരുടെ പ്രസംഗത്തിലും ലേഖനങ്ങളിലും നമ്മൾ കാണുന്നത്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത് നമുക്കറിയാം. ക്രിസ്തീയതയുടെ ചരിത്രം അറിയാം. ചില 1-2 നൂറ്റാണ്ടുകൾ അങ്ങനെ പോയപ്പോൾ ഒരു റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഈ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടാതെ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മനംതിരിവുണ്ടാകാതെ താന് ക്രിസ്ത്യാനിയായി മാറുകയും താന് ഇതിനെ, ക്രിസ്തീയതയെ, അതുവരെ പീഡിപ്പിക്കപ്പെട്ട ക്രിസ്തീയതയെ എന്താണ്, റോമ സാമ്രാജ്യത്തിൻ്റെ മതമായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് അതിന് വലിയ അംഗീകാരവും ഒക്കെ ലഭിച്ചു. അങ്ങനെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ രാജാവും രാജകീയ മതവും ഒക്കെയായി ഇത് തീർന്നപ്പം അതിനനുസരിച്ചുള്ള ലോകത്തിൻ്റെതായ രീതികൾ കൈക്കൊണ്ടു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വലിയ വേഷവും വലിയ കുപ്പായവും തലപ്പാവും ഒക്കെയുള്ള പുരോഹിതന്മാരൊക്കെ ആയി മാറി. ചില ചടങ്ങുകൾ, വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് ചില ചടങ്ങുകൾ വന്നു. വിശ്വാസ സ്നാനത്തിൻ്റെ സ്ഥാനത്ത് ശിശുസ്നാനം വന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന് പകരം തൈലം തേക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. ചുരുക്കത്തിൽ ഇതിനെയെല്ലാം ഒരു ചടങ്ങായി, ആ നിലയിൽ ഇതൊരു മതമായി അധപ്പതിച്ചു. തുടക്കത്തിൽ ഇതൊരു മതമായിരുന്നില്ല, ഇതൊരു മാർഗമായിരുന്നു. അതിനെ ഒരു മതമാക്കി തീർത്തു. കണ്ടോ പിശാചിൻ്റെ തന്ത്രം. എന്നിട്ട് പല നൂറ്റാണ്ട് അങ്ങനെ പോയി. നമുക്കറിയാം മാർട്ടിൻ ലൂഥറിൻ്റെ കാലത്ത്, അതിനു മുമ്പും ചില ആളുകൾ എഴുന്നേറ്റു. എങ്കിലും മാർട്ടിൻ ലൂഥറിൻ്റെ കാലത്ത് ഈ കാര്യത്തിൽ ഒരു മാറ്റം വന്നു. താന് റിഫർമേഷൻ കാര്യങ്ങൾ വന്നു. വീണ്ടും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കാൻ തുടങ്ങി. ആ രക്ഷയുടെ സന്ദേശം വന്നപ്പോൾ തന്നെ പിന്നെയും ഈ സത്യങ്ങളൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഇവിടേക്ക് വന്നത്. ആദ്യം രക്ഷയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആ രക്ഷ പറഞ്ഞ ആളുകളെല്ലാവരും വിശ്വാസ സ്നാനം സ്വീകരിച്ചില്ല. രക്ഷിക്കപ്പെട്ട അവരെ പിന്നെയും ചിലരെങ്കിലും ശിശുസ്നാനവും ഒക്കെ തുടർന്നു. പക്ഷേ പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ദൈവം വേറെ ചില ആളുകളെ ആ നിലയിൽ ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എഴുന്നേൽപ്പിച്ചു. അവരെ പറഞ്ഞു രക്ഷ മാത്രമല്ല വിശ്വാസ സ്നാനവും വേണം. അങ്ങനെ വിശ്വാസ സ്നാനം വന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചില പ്രിയപ്പെട്ടവരെ ദൈവവചനം പഠിച്ച് അവർ പറഞ്ഞു അത് മാത്രമല്ലായിരുന്നു, 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആ നിലയിലുള്ള പ്രവർത്തനങ്ങളും അതിനെ നമ്മൾ തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ വന്നു. അതും വന്നു. നമ്മുടെ കേരളക്കരയിലും ഈ സന്ദേശങ്ങൾ ഈ ചില നൂറ്റാണ്ടുകളായിട്ട് വരുന്നു. നമുക്ക് ബൈബിള് ലഭിച്ചു. പക്ഷെ ബൈബിള് ലഭിച്ചെങ്കിലും ഈ രക്ഷ, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മസ്നാനം ഇതിനെക്കുറിച്ചൊക്കെ വന്ന് ആ ഒരു കാലഘട്ടത്തിലും എന്തിന് വേണ്ട ഒരു ഊന്നലുണ്ടായിരുന്നില്ല. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നതിന് വേണ്ട ഒരു ഊന്നലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ശിഷ്യത്വ ജീവിതം, ദിനംതോറും തൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നത്, ഈ കാര്യങ്ങൾക്കൊന്നും വേണ്ടത്ര ഒരു ഊന്നല് ഈ വേർപെട്ട വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വന്ന് പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് അവിടെ അങ്ങ് ഫ്രീസ് ചെയ്ത് നിന്നുപോയി. മറ്റേത് യേശു ജീവിച്ചതുപോലെ ജീവിക്കുകയോ ക്രൂശെടുത്ത് ജീവിക്കുകയോ ഒരു ശിഷ്യന്റെ ജീവിതം ജീവിക്കുകയോ ഇതൊന്നും പ്രായോഗികമാകുകയില്ല എന്നുള്ള നിലയിൽ അവർ നിന്നു പോയപ്പോൾ ആ സത്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് വന്നത്? ഈ കാലഘട്ടത്തിൽ ഇതാ യേശു ജീവിച്ചതുപോലെ എന്ന് പറഞ്ഞ അതേ ചിന്തയുമായിട്ട് ചില പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ചതും
ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് മൊത്തം കേരളത്തിലെ ക്രിസ്തീയത എടുക്കുമ്പോൾ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റബിൾ ആണ്. രക്ഷയുണ്ട്, സ്നാനമുണ്ട്, വിശ്വാസ സ്നാനമുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെന്നും ശിഷ്യത്വത്തിൻ്റെ ജീവിതവും ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുന്നതും ഒക്കെ ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ നിലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഈ ഒരു ദൈവത്തിൻ്റെതായ ആ ഒരു ദൈവവചനത്തിൻ്റെ ഉപദേശത്തെ ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ നഷ്ടപ്പെട്ടു പോയതിനെ കാലാകാലങ്ങളിൽ വീണ്ടും സഭയിൽ കൊണ്ടുവരികയും ആ നിലയിൽ ആളുകളെ അതിലേക്ക് റിസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളിവിടെ എന്താ വായിച്ചത്? ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം നോക്കുമ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്തോ വേണം? ഈ ഉപദേശത്തെ നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം. ഈ ഉപദേശത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അലങ്കരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഉപദേശങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ബൈബിളിലുള്ള 1-ാം നൂറ്റാണ്ടിലെ സഭ അവരെ കയ്യാളിയിരുന്ന നഷ്ടപ്പെട്ടു പോയ ഈ നിലയിലുള്ള സത്യങ്ങളെ ദൈവം ആഗോള സഭയിൽ വീണ്ടും പുനഃസ്ഥാപിച്ച് ഇന്ന് വന്നിട്ടുള്ള ഇവിടെ വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ ഈ ഉപദേശങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം. ഈ കാര്യമാണ് നമ്മൾ ഈ 2.5 ദിവസം കേട്ടുകൊണ്ടിരുന്നത്. നമ്മളിതാ യേശു ജീവിച്ചതുപോലെയെന്നും ഒക്കെ പറയുന്നു. ശിഷ്യത്വത്തിൻ്റെ ജീവിതവും ദിനംതോറും ക്രൂശ് എടുക്കുന്നതും ഒക്കെ. ഞാനിവിടെ പലപ്പോഴും എന്നോട് ഒരാൾ പറയാറുണ്ടായിരുന്നു, എന്നും ഇങ്ങനെ ഈ ക്രൂശ് എടുക്കുന്ന കാര്യവും ശിഷ്യത്വത്തിൻ്റെയും പറഞ്ഞ ആളുകൾ എന്തോ ചെയ്യും? ആളുകൾ വിഷമിച്ച് പോവുകയല്ലേ എന്നും ക്രൂശ് എടുക്കുക? ആളുകൾ കഷ്ടപ്പെട്ട് 6 ദിവസവും കഷ്ടപ്പെട്ട് ജീവിച്ച് 7-ാം ദിവസം ദൈവം സ്നേഹിക്കുന്നെന്നോ വലിയ ഒരു ആശ്വാസത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്നുണ്ടേ ഇവിടെ എന്തുവാ? ക്രൂശ് എടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ടാ നമുക്ക് ഈ സന്ദേശം ക്രൂശ് എടുക്കുന്നതും ഈ ശിഷ്യത്വത്തിൻ്റെ ജീവിതവും യേശു ജീവിച്ചതുപോലെ ഈ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ CFCയിൽ എന്തുകൊണ്ടാണ് വന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ പല നാളുകളായിട്ട് പല ആളുകളിലൂടെ ദൈവം പുനഃസ്ഥാപിച്ചു. ഈ ഒരു കാര്യത്തിനാണ് പ്രത്യേകിച്ച് നമ്മൾ ആ ചരിത്രം നോക്കിയാൽ നമ്മൾ നൽകിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ കാര്യത്തിന്. യേശു ജീവിച്ചതുപോലെ ശിഷ്യത്വത്തിൻ്റെ ജീവിതം, ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുന്നത്, ഈ നഷ്ടപ്പെട്ടു പോയ ഈ സത്യങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. എങ്കിലും മിക്ക സമയത്തും ഈ നമ്മുടെ ആ എംഫസിസ് കൂടുതൽ പറഞ്ഞ്, അങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ക്രൂശ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞത് ആ ഒരു കാര്യം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഏതായാലും ഈ മൊത്തത്തിലുള്ള ഈ ഉപദേശങ്ങളെ നമ്മൾ എന്തോ വേണം? നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശങ്ങളെ അലങ്കരിക്കുന്നത് എങ്ങനെയാ? ഇവിടെ ഇതാ ആ കോണ്ടസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ, തീത്തോസിൻ്റെ ആ ലേഖനത്തിൽ വായിച്ചു നോക്കിയാൽ അവിടെ ആ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും? ആ ഉപദേശങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കാനൊക്കും. ഇവിടെ ഇതാ നിങ്ങൾ നിർമ്മലതയും, ഉപദേശത്തിലുള്ള നിർമ്മലതയും ഗൗരവവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ ദാസന്മാരാണെങ്കിൽ യജമാനന്മാർക്ക് കീഴടങ്ങി ആ നിലയിലായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതം പ്രസക്തമാണ്. ആ ജീവിതം കൊണ്ടാണ് നിങ്ങൾ എന്ത് വേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന വലിയ ഉപദേശങ്ങളെയൊക്കെ അലങ്കരിക്കേണ്ടത്. ആ ഒരു ചുമതലയാണ് ദൈവം നമുക്ക് തന്നത്. ഈ നിലയിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കുന്ന ആ ഒരു കാര്യം ഏറ്റെടുത്ത് ഈ ഉപദേശങ്ങളുടെ ആന്തരികമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ
പ്രായോഗികമാക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് ജീവിതത്തിൽ പ്രായോഗികമായില്ലെങ്കിൽ എന്ത് പറ്റുകയില്ല? നമുക്ക് ഈ ഉപദേശത്തെ ജീവിതം കൊണ്ട് അലങ്കരിക്കാനൊക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഇതിനെ അലങ്കരിക്കുന്നവരാണോ? അലങ്കരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതം നോക്കിയിട്ട് ഒരാൾ പറയണോ, ആ കണ്ടോ ഇന്ന ആളുടെ ജീവിതം, അപ്പോൾ അങ്ങനെ കണ്ടോ നമ്മുടെ ഈ സമൂഹത്തിലാണെങ്കിലും ഒക്കെ ഒരാൾക്ക് ഒരു ശിഷ്യനായിട്ട് ക്രൂശ് എടുത്ത് ജീവിക്കാനായിട്ട് കഴിയും. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനൊക്കും. 100% അങ്ങനെ വന്നു എന്നല്ല, പക്ഷെ ആ ഒരു നിലവാരം വെച്ച് ജീവിക്കുന്നതിന് ഊന്നൽ കൊടുത്ത് ആ ഒരു വഴിയിലൂടെ പോവുകയും നിരന്തരം നമ്മളെ തന്നെ വിധിക്കുകയും മറ്റാരെയും വിധിക്കാതിരിക്കുകയും ഒരു ആരാധകന്റെ മനോഭാവത്തിൽ ഈ ജീവിതത്തിൽ തന്നെ ആയിരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഇന്ന ആളെ കണ്ടോ, ആ ആളങ്ങനാണ് എന്ന് സമൂഹം നമ്മളെ നോക്കി ഈ ഉപദേശങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് നമ്മുടെ ജീവിതം എന്നവർ കണ്ടാൽ എന്താ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കണം. അലങ്കരിക്കാൻ എങ്ങനെ കഴിയുള്ളൂ? ഈ ഉപദേശത്തിന് ഒത്തവണ്ണം ജീവിച്ചുകൊണ്ടേ കഴിയുള്ളൂ. ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്കൊരു ഭാരമായി തീരരുത്. യേശു ജീവിച്ചതുപോലൊക്കെ ജീവിക്കാനൊന്നും ഒക്കുകയില്ലായിരിക്കാം. പക്ഷെ ആ നിലവാരം മുൻപിൽ വെക്കണം. അതാണ് സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് മുമ്പിൽ വെക്കുമ്പം പലപ്പോഴും നമുക്ക് അത്രയും വരുന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് പാപബോധം തരുമ്പോൾ നമ്മൾ അനുതപിച്ച് വീണ്ടും കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ ക്രിസ്തീയ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് വളരെ വളരെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഒരു പൂർണ്ണതയല്ല നമ്മൾ പറയുന്നത്, പക്ഷെ പൂർണ്ണതയിലേക്ക് ആയുന്ന ഒരു കാര്യമാണ്. പൗലോസ് ആ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളത്തിൽ എന്ത് വേണം? ആയണം. ആ പൂർണ്ണതയിലേക്ക് ആയണമെങ്കിൽ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഏതാണ്? യേശു ജീവിച്ചതുപോലെ. ഇതാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഈ കേട്ട ഈ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തെ എടുത്തിട്ട് നമുക്കിങ്ങനെ തന്നെ നമ്മളോട് തന്നെ ചോദിക്കാം. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലാണല്ലോ, കർത്താവേ, ഞങ്ങള് ഈ പൂർണ്ണ സുവിശേഷം കേൾക്കുന്നുണ്ട്, പക്ഷെ ഈ പൂർണ്ണ സുവിശേഷത്തിനൊപ്പം എനിക്ക് വരാൻ കഴിയുന്നുണ്ടോ? ഞാനിതിനെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? ഗൗരവമായിട്ടെടുത്ത് എൻ്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായി തീർന്നാലേ എൻ്റെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കാൻ കഴിയുള്ളൂ. കർത്താവെ, പുതിയ ഒരു വർഷം എനിക്ക് തരുന്നെങ്കിൽ പുതിയ വർഷത്തിൽ ഈ ഉപദേശത്തെ കൂടുതൽ എൻ്റെ ജീവിതം കൊണ്ട് അലങ്കരിക്കാൻ എന്നെ സഹായിക്കണേ എന്നൊരു നിലവിളി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം. ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ഒരു മറുവശം കൂടെ പറയാം. അതായത്, ഇവിടെ കണ്ടോ, നമ്മൾ എന്ത് വേണം? നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കണം, മറിച്ചല്ല. മറുവശം എന്താ? നമ്മൾ ഈ ഉപദേശം ഉപയോഗപ്പെടുത്തി നമ്മളെ തന്നെ അലങ്കരിക്കുക. ഇതാണ് ഇതിൻ്റെ മറുവശം. പറഞ്ഞത് വ്യക്തമായോ? കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ട് പറയാം. അതായത്, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെയും രക്ഷ, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, യേശുവിൻ്റെ ജീവിതത്തോട് അനുരൂപമായിട്ട് ജീവിക്കുന്നു, ശിഷ്യത്വ ജീവിതം, ക്രൂശ് എടുത്ത് അനുഗമിക്കുക, ഈ കാര്യങ്ങളൊക്കെ പറയുന്ന CFC എന്ന് പറയുന്ന ഒരു സഭ. അവരങ്ങനെയൊക്കെ പോകുന്നവരാ. നമ്മളെ വിമർശിക്കാതെ ഈ കാര്യങ്ങളെ സത്യസന്ധമായി കാണുന്ന ആളുകൾ, അവർക്ക് എന്തുണ്ട്? അവർക്ക് ഈ CFCയെ കുറിച്ചൊരു അപ്രീസിയേഷൻ ഉണ്ട്, ഒരു അഭിനന്ദനമുണ്ട്. അവരുടെ ഇടയിൽ അങ്ങനെയില്ല. അവര് കഴിയുന്നത്ര ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് എന്നൊരു അഭിനന്ദനം പലയിടത്തും ഉണ്ട്. ഓക്കെ, ഈ അഭിനന്ദനം നമുക്ക് താല്പര്യമാണ്. പക്ഷേ ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതം ജീവിക്കാൻ നമുക്ക്
തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നു? ഈ ഉപദേശത്തെ നമുക്ക് പ്രയോജനമായിട്ട് നമുക്കൊരു അലങ്കാരമായിട്ട് എടുക്കുക. അങ്ങനെ സംഭവിക്കരുത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഇപ്പോ നമ്മുടെ വിക്ടർ ബദർ സാൽവേഷൻ ആർമി ആരംഭിച്ച വില്യം ബൂത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. വില്യം ബൂത്ത് ഈ സാൽവേഷൻ ആർമി ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അന്ന് നിലവിലിരുന്നവര് വളരെ ഒരു അപ്രീസിയേഷനോടെയാണ്, വളരെ ഒരു അഭിനന്ദനത്തോടെയാണ് ഈ സഭയെ നോക്കിക്കണ്ടത്. ചുറ്റുപാടുമുള്ള മറ്റ് ആ വ്യവസ്ഥാപിത സഭകളിൽ നിന്ന് മുന്നോട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ജീവിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ പോലും എന്ത് വന്നില്ല? ഈ വിശ്വാസ സത്യങ്ങളെല്ലാം അവരെ കയ്യാളിയില്ല. അതിൽ തന്നെ രക്ഷ എന്ന് പറയുന്നതിനും പ്രാധാന്യം കൊടുത്ത് അവർ പ്രസംഗിക്കാൻ തുടങ്ങി, വില്യം ബൂത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരാള് വലിയ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ എന്ന് പറഞ്ഞ അദ്ദേഹം വന്നിട്ട് വില്യം ബൂത്തിനോട് പറയുന്നു, വില്യം ബൂത്തെ, ഞാന് വലിയ പ്രസംഗകനാ, ഞാന് ക്രിസ്തീയ ലോകത്തെ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനാ, ഞാൻ എന്തോ ചെയ്യുക, ഞാൻ നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ചേരാൻ വരിക എന്ന് പറഞ്ഞു. ഉടനെ ഈ കാര്യങ്ങൾ അറിയാവുന്ന വില്യം ബൂത്തിന് ഒരു അപകടം മണത്തു. എന്താ അപകടം? ഈ മനുഷ്യൻ ഈ സാൽവേഷൻ ആർമിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു അംഗീകാരത്തെ തൻ്റെ ഒരു മഹത്വമാക്കി തീർക്കാൻ വേണ്ടി, തനിക്ക് ഒരു അലങ്കാരമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ ഇതെന്നൊരു സംശയം അദ്ദേഹത്തിന് വന്നു. അതുകൊണ്ട് വില്യം ബൂത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ചേരാം, പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സ്റ്റേജ് ഒന്നും കിട്ടുകയില്ല. നിങ്ങൾക്ക് പിന്നെ ഞാനൊരു ജോലി തരാം. അതായത് ഇവിടെ മീറ്റിങ്ങിന് വരുന്ന 100 കണക്കിന് ആളുകളുണ്ട്, അവരൊക്കെ ചെരുപ്പ് വെളിയിൽ അഴിച്ചു വെച്ചേച്ചാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. നിങ്ങൾ എന്തോ വേണം? നിങ്ങൾ അഴിച്ചു വെച്ചേക്കുന്ന ആ ചെരുപ്പുകളൊക്കെ എടുത്ത് പോളിഷ് ചെയ്യണം. സമ്മതമാണോ? എന്തിനാ അങ്ങനെ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, വില്യം ബൂത്ത് ഒരു കുഴപ്പക്കാരനായിരുന്നോ? അദ്ദേഹം ആളുകളെ ആക്ഷേപിക്കുന്ന ആളായിരുന്നോ? അല്ല. നമുക്കറിയാവുന്നിടത്തോളം ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ, അയാൾ എന്ത് വേണം? അയാളുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കണം. അല്ലാതെ ഈ പ്രസ്ഥാനത്തെയും ഈ ഉപദേശത്തെയും അയാളുടെ തൊപ്പിയിൽ ഒരു തൂവലാക്കി മാറ്റരുത്. ഈ പ്രസ്ഥാനം കൊണ്ടും ഈ ഉപദേശം കൊണ്ടും അയാളെ തന്നെ അലങ്കരിക്കരുത്. പലർക്കും ഇതിനോട് ചേർന്ന് നടക്കുമ്പോൾ അതൊരു പ്രശംസയാ. കണ്ടോ, ഞാൻ മറ്റ് വ്യവസ്ഥാപിത സഭകളിലൊന്നുമല്ല, ഇപ്പോഴത്തെ ഏറ്റവും മുൻപിലുള്ള, ഏറ്റവും നവോത്ഥാനത്തിൽ മുൻപിലുള്ള സാൽവേഷൻ ആർമിയോട് ചേർന്ന് അവിടുത്തെ ഒരു പ്രസംഗകനാണ് എന്നൊരു പ്രശംസയ്ക്ക് വേണ്ടിയാണോ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ ഇവിടെ ചേരാനായിട്ട് വന്നത് എന്ന് വില്യം ബൂത്തിന് സംശയം തോന്നിയിട്ട് വില്യം ബൂത്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നിബന്ധന വെച്ചു. എന്താ? താങ്കൾക്ക് പ്രസംഗമൊന്നുമില്ല, താങ്കൾക്ക് ഇവിടെ ചേരാം, പക്ഷേ താങ്കൾക്കൊരു ജോലി തരാൻ നീതിക്കുക. എന്താ? വരുന്ന ആളുകളുടെ എല്ലാ ഷൂ പുറത്തിരുന്ന് പോളിഷ് ചെയ്യണം. ഈ സാമുവൽ ലോഗൻ ബ്രിങ്കിൾ എന്ത് ചെയ്തു? അദ്ദേഹം ഈ പ്രസ്ഥാനത്തെയും ഈ ഉപദേശത്തെയും തൻ്റെ തൊപ്പിയിൽ ഒരു തൂവലാക്കാൻ വേണ്ടിയല്ല വന്നത്, മറിച്ച് എന്തിനായിട്ടാ വന്നത്? ഈ ഉപദേശത്താൽ പിടിക്കപ്പെട്ടവനായിട്ട്, ഈ ഉപദേശത്തെ തൻ്റെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം എന്നാഗ്രഹിച്ചു വന്ന ആളായതുകൊണ്ട് അദ്ദേഹം എന്തോ ചെയ്തു? ഈ വില്യം ബൂത്ത് പറഞ്ഞ ആ കാര്യം സ്വീകരിച്ചു. താന് പല ആളുകളുടെ ഷൂ പോളിഷ് ചെയ്യുന്ന, വളരെ ലോകം ഒട്ടും മാന്യമെന്ന് വിചാരിക്കാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നടന്നത്? വില്യം ബൂത്ത് ഈ കാര്യം ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ വന്ന സാമുവൽ ലോഗൻ ബ്രിങ്കിള് തൻ്റെ ജീവിതത്തെ ഈ ഉപദേശത്തെ അലങ്കരിക്കാനായിട്ട് വിട്ടുകൊടുക്കുമോ? അതോ ഈ പ്രസ്ഥാനത്തെയും ഇതിനിപ്പം സമൂഹത്തിൽ കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരത്തെയും തൻ്റെ തൊപ്പിയിൽ ഒരു തൂവലാക്കി മാറ്റി
തനിക്കൊരു അലങ്കാരമാക്കി മാറ്റി അങ്ങനെ മുന്നോട്ട് പോകാനാണോ ശ്രമിക്കുന്നത്? ഈ കാര്യം ടെസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം ചെയ്തത്. ആ കാര്യത്തിൽ ബ്രിങ്കിൾ വളരെ തൻ്റെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കാനായിട്ട് ആഗ്രഹിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് വില്യം ബൂത്തിന് ശേഷം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. നമുക്കറിയാം. ഞാൻ പറയാൻ വരുന്നത്, നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ വചനമെല്ലാം കേട്ടു, വചനം എല്ലാം കേട്ടു. ഇനി നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കാം. എങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കാൻ കഴിയും? ഇത് ഏറ്റെടുത്ത് നമ്മൾ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, അതാണ് നിലവാരം എന്ന് കണ്ട് അങ്ങനെ തന്നെ ദിനംതോറും ഈ ക്രൂശിന്റെ വഴിയിൽ മുന്നോട്ട് പോയാൽ ദൈവം എന്തോ പറയും? ഓ, എൻ്റെ മകൻ, മകൾ, അവള് പൂർണ്ണതയൊന്നും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മൾ ആരും ഒരു പൂർണ്ണതയല്ല പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ ആ നിലവാരം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ അവൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ, അവൻ തൻ്റെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് തീത്തോസിനോട് പറയുമ്പോൾ പൗലോസിന്റെ ആഗ്രഹം അതാ: തീത്തോസേ, നീ ഞാൻ ഈ പറഞ്ഞ ഈ ഉപദേശങ്ങളെയും ഈ സഭയെയും ഒക്കെ നിനക്കൊരു അലങ്കാരമായിട്ട് എടുക്കുകയല്ല, മറിച്ച് നീ എന്തായിരിക്കണം? നീ ഈ ഉപദേശങ്ങൾക്ക് നിന്റെ ജീവിതം കൊണ്ടൊരു അലങ്കാരമായി തീരണം. ആളുകൾ തീത്തോസിനെ നോക്കിയിട്ട് പറയണം, തീത്തോസ്, ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ വേണം. പൗലോസ് പ്രസംഗിച്ച ആ വചനങ്ങൾക്കൊത്ത് എത്രത്തോളം ഈ ചെറുപ്പക്കാരൻ ജീവിക്കുന്നു. അവന് ആ ജീവിതം തന്നെ, തൻ്റെ ജീവിതം തന്നെ അതിനായിട്ട്, ഈ ഉപദേശത്തെ അലങ്കരിക്കാനായിട്ട് വിട്ടുകൊടുത്തല്ലോ. അവൻ്റെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കുന്നല്ലോ. ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് അവൻ കാണിച്ചു തരുന്നല്ലോ. അവൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? ജീവിതത്തെ വിട്ടുകൊടുത്തു. എന്തിന്? ഈ ഉപദേശത്തെ തൻ്റെ ജീവിതം കൊണ്ട് അലങ്കരിക്കാൻ. എന്നാൽ വേറെ ചില ആളുകളെ കുറിച്ചൊക്കെ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾ 1 തീമോഥെയോസ് 1-ാം അധ്യായം 20-ാമത്തെ വാക്യമൊക്കെ നോക്കുക. ഹുമനയോസ്, അലക്സാണ്ടർ, ഇങ്ങനെയൊക്കെ ചിലരുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. അവരെന്ത് ചെയ്തു? അവരും പൗലോസിന്റെ കൂടെ കൂടി. പക്ഷെ അവരെന്തിനു വേണ്ടിയാ കൂടിയത്? അവര് നോക്കിയപ്പം ഈ യഹൂദന്മാർ ഇത്രയും നാൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ ഇതാ പൗലോസ് വന്നപ്പം പുതിയ, എല്ലാവർക്കും വളരെ ബഹുമാനവും മതിപ്പും തോന്നുന്ന ചില ഉപദേശങ്ങളെല്ലാം പൗലോസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൗലോസിന്റെ കൂടെ കൂടിക്കളയാം. അപ്പൊ പൗലോസിന് കിട്ടുന്ന ബഹുമാനവും അംഗീകാരവും കുറച്ചൊക്കെ നമുക്കും കിട്ടുമല്ലോ. അവരെന്താ ഉദ്ദേശിച്ചത്? ഹുമനയോസും അലക്സാണ്ടറും എന്താ ഉദ്ദേശിച്ചത്? അവര് തങ്ങളെ തന്നെ അലങ്കരിക്കാൻ ഈ ഉപദേശത്തെ എടുക്കുക. പക്ഷെ അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ദൈവം ഈ നിലവാരത്തിനൊപ്പം അവർക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളത് വെളിപ്പെടുത്തി. പൗലോസും അത് കണ്ടു. അങ്ങനെ അവർക്ക് സഭ വിട്ടു പോകേണ്ടി വന്നു. അവരവരുടേതായ നിലയിൽ വേറെ ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ ക്രിസ്തീയതയുടെ ചരിത്രത്തിൽ പിന്നീട് അവരുടെ പേരുകൾ നമ്മൾ കാണുന്നില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഇതിൽ ആരുടെ കൂടെ ആകും? നമ്മൾ തീത്തോസിന്റെ കൂടെ നിൽക്കുമോ, അതോ നമ്മളിപ്പോൾ പറഞ്ഞ നിഷേധ മാതൃകകളായ ഹുമനയോസും അലക്സാണ്ടറുടെയും കൂടെ നിൽക്കുമോ? തീത്തോസ് എന്താ ചെയ്തത്? തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്തു? ഈ ഉപദേശത്തെ അലങ്കരിക്കാനായിട്ട് വിട്ടുകൊടുത്തു. ഒരു ത്യാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉപദേശങ്ങളെ ഇത്ര വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടത്. ഇനിയിപ്പം നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്. ഒന്ന് എന്താ? നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കാം. അതിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. എങ്ങനെ അത് കഴിയുന്നത്? ഈ കേട്ട വചനങ്ങളെ ഗൗരവമായി എടുത്ത് അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം, സമൂഹത്തിലെ നമ്മുടെ ജീവിതം ഒക്കെ ഒത്തിരി മെച്ചപ്പെടും. നമ്മുടെ ജീവിതം കൊണ്ട്
നമ്മൾ ഈ ഉപദേശത്തെ അലങ്കരിക്കും. ഇങ്ങനെ ജീവിക്കാൻ ഒക്കും. ഇന്നാരെ നോക്ക്, കണ്ടോ, അദ്ദേഹം കണ്ടോ അങ്ങനെ ജീവിക്കുന്നു. 100% ഒന്നും വന്നില്ല, എന്നാലും അങ്ങനെ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഈ ഉപദേശങ്ങളെ അലങ്കരിക്കാനായിട്ട് വിട്ടുകൊടുത്തു. തീത്തോസ് അതാ ചെയ്തത്. എന്നാൽ മറ്റോരോ അലക്സാണ്ടർ എന്ത് ചെയ്തു, അല്ലെ ഹുമനിയോസ് എന്ത് ചെയ്തു? അവര് നോക്കിയപ്പോൾ ഇത് കൊള്ളാം, ഇതിന് വലിയ അംഗീകാരവും ഒക്കെ ഈ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വേറെ എങ്ങും ചേരണ്ട, ഇവിടെ തന്നെ ആയിക്കളയാം, ഇവിടെ തന്നെ അങ്ങ് കൂടാം. ഇവിടെ കൂടുമ്പോൾ ആളുകളെല്ലാം നമ്മൾ ഇതിനനുസരിച്ച് ജീവിക്കുന്ന ആളായിട്ട് കാണും. അത് നമുക്ക് എന്തായിരിക്കും? നമുക്കൊരു പ്രശംസയും നമുക്കൊരു ബഹുമാനവും ഒരു അംഗീകാരവും ആയിരിക്കും. നമ്മുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവലായിരിക്കും അവിടുത്തെ മെമ്പർഷിപ്പ്. അങ്ങനെ ഈ ഉപദേശത്തെ അല്ലെങ്കിൽ ഈ സഭയെ നമുക്ക് ഒരു അലങ്കാരമായിട്ട് എടുക്കരുത്. അത് നിഷേധ മാതൃകയാണ്. ഹുമനിയോസും അലക്സാണ്ടറും അതാണ് ചെയ്തത്. എന്നാൽ മറുവശത്ത് നമ്മുടെ ജീവിതത്തെ എന്തിനു വേണ്ടി വിട്ടുകൊടുക്കണം? ഈ ഉപദേശത്തെ അലങ്കരിക്കാനായിട്ട് വിട്ടുകൊടുക്കണം. ഇങ്ങനെ ജീവിക്കാനൊക്കും എന്ന് ചെറിയ തോതിലെങ്കിലും നമ്മൾ തെളിയിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ 2 കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ വചനങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. പുതിയൊരു വർഷം നമ്മുടെ മുമ്പിൽ വരുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തെ ഈ ഉപദേശത്തെ അലങ്കരിക്കാനായിട്ട് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ തന്നെ തുടരുക. CFCയിലെ അംഗമാണ് എന്നുള്ള നിലയിലുള്ള അംഗീകാരവും ഒക്കെ അതിനെ നമുക്കൊരു അലങ്കാരമായിട്ടെടുത്ത് അങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാൻ 2 സാധ്യതകളാണ്. പക്ഷേ ഇത് രണ്ടിടത്താ ചെന്ന് അവസാനിക്കുന്നത്. തീത്തോസ് എന്തായി? പൗലോസിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ശിഷ്യനായിട്ട് മുന്നോട്ട് പോകുന്നു. അതേസമയം ഹുമനിയോസും അലക്സാണ്ടറും എന്തായി? അവർ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ മുമ്പിലാണ് സാധ്യത. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം.